ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ്. എന്താണ് ഒരു റിയൽ നമ്പർ? നമുക്ക് നോക്കാം. ഒരു നമ്പർ ലൈനിൽ ഏതൊക്കെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം? 0, 1, 2 എക്സെട്ര. ലെഫ്റ്റ് സൈഡിൽ -1, -2 എക്സെട്ര. ഇനി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് n 1, 2, 3 എക്സെട്ര. ഇനി ഹോൾ നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൽ 1 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോൾ നമ്പേഴ്സ് 0, 0, 1, 2, 3 എക്സെട്ര. ഇനി ഇൻറ്റിജേഴ്സ് എന്താണ്? എക്സെട്ര, -4, -3, -2, -1, 0, 1, 2 എക്സെട്ര. ഇനി റാഷണൽ നമ്പേഴ്സ് എന്താണ്? റാഷണൽ നമ്പേഴ്സ് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 3/2, 5/3 എക്സെട്ര. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സിനെയും ഇൻറ്റിജേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? 2നെ എങ്ങനെ എഴുതാം? 2/1. 3നെ എങ്ങനെ എഴുതാൻ പറ്റും? 3/1. ഇനി -4നെ എങ്ങനെ എഴുതാം? -4/1. അതായത് നാച്ചുറൽ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സിനെയും ഇൻറ്റിജേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. സോ ഈ റാഷണൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സിനെയും എല്ലാം കണ്ടെയ്ൻ ചെയ്യും. ഇനി അടുത്ത ഒരു നമ്പേഴ്സ് ഏതാണ്? ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ് √2, √3, π ഇങ്ങനെയുള്ള നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ ലൈനിൽ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും മാർക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞു റാഷണൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സിനെയും ഇൻറ്റിജേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ നമുക്കിതിന് പകരം ഇനി ഇതിന് മൂന്നിനും കൂടിയിട്ട് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു നമ്പർ ലൈനിൽ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു നമ്പർ ലൈനിൽ എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഈ √2ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് ഇവിടെ ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. 3/2 എന്നുള്ള വാല്യൂ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും നമുക്ക് ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. അതായത് ഒരു റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ചേർന്നതാണ്. റിയൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കളക്ഷനാണ്. ഒന്നും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ ലൈനിൽ ഇറാഷണൽ നമ്പേഴ്സിനെയും റാഷണൽ നമ്പേഴ്സിനെയും മാർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഓരോ റിയൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ നമ്പർ ലൈനിൽ ഓരോ പോയിൻ്റ് ഉണ്ടാവും. തിരിച്ചു പറയുകയാണെങ്കിൽ ഈ നമ്പർ ലൈനിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റിയൽ നമ്പർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് തിയറം 1.1. എന്താണ് തിയറം 1.1? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ഇത് പറയുന്നതിന് മുന്നേ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ 17നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 2 / 7 8, 16 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. ഇവിടെ ഡിവിഡൻറ്റ് ഏതാ? 17 ആണ് ഡിവിഡൻറ്റ്. 2 ഡിവൈസർ. 8 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന കോഷ്യൻറ്റ്. 1 റിമൈൻഡർ.
നമ്മളിതിനെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവിഡൻഡ് ഇവിടെ 17 ആണ്. 17 ഈസ് ഈക്വൽ ടു ഡിവൈസർ 2 ഇൻറ്റു കോഷ്യന്റ് 8 പ്ലസ് റിമൈൻഡർ 1. ഇത് തന്നെയാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഗിവൺ പോസിറ്റീവ് ഇൻറ്റിജർ A and B there exist unique integers Q and R satisfying A equal to BQ plus R, where 0 less than or equal to R less than B. അതായത് ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 17ഉം 2ഉം അതാണ് എയും ബിയും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. നമ്മളിവിടെ എഴുതിയേക്കുന്നത് അത് തന്നെയാണ്. ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെ ഡിവിഡൻറ്റിൻ്റെ പ്ലേസിൽ എ, ഡിവൈസർ ബി, കോഷ്യന്റ് ക്യൂ, റിമൈൻഡർ ആർ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. എ ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. എ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഇവിടെ റിമൈൻഡർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്നുള്ളത് കൊണ്ട് എന്താ മീൻ ചെയ്യണേ? ഇവിടുത്തെ നമ്മുടെ ബി 2 ആണ്. നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബി 2 ആണ്, ആർ 1 ആണ്. അതായത് ആർ എന്നുള്ളത്, ഈ റിമൈൻഡർ ആർ എന്നുള്ളത് ഒന്നുകിൽ ഇത് 0 ആകാം, അല്ലെങ്കിൽ ബിനേക്കാളും തൊട്ട് താഴെ വരെയാകാം. ഇവിടെ റിമൈൻഡർ ബി 2 ആയതുകൊണ്ട് നമുക്ക് റിമൈൻഡർ 0യോ 1ഓ കിട്ടും. ഇനി ഡിവൈസർ 3 ആണെങ്കിൽ നമുക്ക് എവിടെ വരെ കിട്ടും? റിമൈൻഡർ 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. അതായത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ പറയുന്നു, ഗിവൺ പോസിറ്റീവ് ഇൻറ്റിജർ എ ആൻഡ് ബി ദർ എക്സിസ്റ്റ് യൂണിക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സാറ്റിസ്ഫൈങ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ വെയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ 13നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് എത്ര ആൻസർ കിട്ടും? 6, 12, 1. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 13 ഈക്വൽ ടു 2 ഇൻറ്റു 6 പ്ലസ് 1. 13 എന്ന് പറയുന്നതാണ് എ, 2 ബി, 6 ക്യൂ ആൻഡ് 1 ആർ. ഈ ലെമ്മ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലെമ്മ ഈസ് എ പ്രൂവൺ സ്റ്റേറ്റ്മെൻറ്റ് used for proving another statement. നെക്സ്റ്റ് ആണ് HCF. HCF കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇപ്പോൾ 2 നമ്പേഴ്സ് തന്നേക്കാണ്, 12 ആൻഡ് 15. ഇതിൻ്റെ HCF നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറ് 12നും 15നും ഫാക്ടറൈസ് ചെയ്യും. ഇപ്പോൾ 12ന് നമുക്ക് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര വരും? 6, പിന്നെ 2, 3. ഇനിയില്ല. ഇനി 15നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് ചെയ്യുമ്പോൾ 5 വരും. ഇനി പറ്റില്ല. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 12നെ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതും. 15 ഈക്വൽ ടു 3 ഇൻറ്റു 5 എന്ന് എഴുതും. ഇനി നമ്മളിതിൽ കോമൺ ഉള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കും. ഇതിലിപ്പോൾ 3യും മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ.
ഈ രണ്ട് നമ്പറിലുമുള്ള കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ അതിനെയാണ് നമ്മൾ HCF എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 3 എന്നാണ് കിട്ടുന്നത്. ഇനി വേറൊരു നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ 12 and 4 16 നോക്കാം. 12ൻ്റെയും 16ൻ്റെയും HCF കാണാനാണെങ്കിൽ നമ്മൾ രണ്ടിനും ഫാക്ടറൈസ് ചെയ്യും. 12 സെയിം തന്നെ, 16 ചെയ്യുമ്പോൾ എന്ത് വരും? 2 ചെയ്യുമ്പോൾ 8 വരും. 2 4 2 2. ഇനി ഇതിന് നമ്മൾ 16 എഴുതുമ്പോൾ എന്ത് വരും? 2 × 2 × 2 × 2. അതായത് 12 ഒന്നുകൂടി എഴുതാം. 12 = 2 × 2 × 3. ഇത് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് എത്ര മനസ്സിലാക്കാം? 2 × 2 കൊണ്ട് 2 × 2. ദാറ്റ് മീൻസ് 16ൻ്റെയും 12ൻ്റെയും HCF എന്ന് പറയുന്നത് HCF ഓഫ് 16 12 ഈസ് ഈക്വൽ ടു 4. അതായത് രണ്ട് നമ്പറിൻ്റെ HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുക രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ. അതായത് നമുക്ക് രണ്ട് നമ്പർ തന്നിട്ട് ഇതിൻ്റെ HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ, അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പഠിച്ചേക്കണേ. ഇനി യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ രണ്ട് നമ്പേഴ്സിൻ്റെ HCF കാണുന്നതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. ഒരു അൽഗോരിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സിനെയാണ്. ഇപ്പോൾ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ ടു ഒബ്റ്റെയിൻ ദി HCF of two positive integers A and B. നമുക്ക് 3 സ്റ്റെപ്പ് പറയേണ്ടത്. അതായത് എയുടെയും ബിയുടെയും HCF കാണണമെങ്കിൽ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിന് 3 സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ എക്കും ബിക്കും യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A = BQ + R. നമ്മൾ എനെ ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് തരുമ്പോൾ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ A = BQ + R. ഈ സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഇഫ് R = 0 നമുക്ക് എന്തായിരിക്കും? ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഈ ഫോമിൽ എഴുതുമ്പോൾ B ആയിരിക്കും HCF. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. കണ്ടിന്യൂ ദ പ്രോസസ് ടിൽ റിമൈൻഡർ = 0. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന രണ്ട് നമ്പറിന് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യാം. അപ്പോൾ A = BQ + R എന്നുള്ള ഫോമിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് കിട്ടും. ഇനി ആ സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലെ B ആയിരിക്കും ഈ എയുടെയും ബിയുടെയും HCF. എന്നാൽ ഇഫ് R ≠ 0 ആണെങ്കിൽ നമ്മൾ ഈ ബിക്കും ആറിനും വീണ്ടും ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം to find the HCF of 408 and 1032. ഈ 408ൻ്റെയും 1032ൻ്റെയും HCF കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ നോക്കുക ഇതിലേതാണ് വലിയ നമ്പർ. സോ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എയും ബിയും. അപ്പോൾ എനെ നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1032 ഡിവിഷൻ 408 എത്ര കിട്ടും? ക്വസ്റ്റ്യൻ്റെ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 816 കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 6 1 2. നമുക്ക് ഇതിനെ എങ്ങനെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് എഴുതാൻ പറ്റും? 1032 ഈക്വൽ ടു എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. അത് എഴുതി വെച്ചതിന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എ ഈക്വൽ ടു 1032 ബി 408 ഇൻറ്റു ക്യൂ പോർഷൻ 2 പ്ലസ് റിമൈൻഡർ 216. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ എഴുതി. അത് നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് ഇനി ആർ ചെക്ക് ചെയ്യുക. ആർ ഇവിടെ ആർ എത്രയാണ്? 216. ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് നിർത്താമായിരുന്നു. പക്ഷേ ഇവിടെ ആർ 216 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഹിയർ ആർ ഈസ് ഈക്വൽ ടു 216 നോട്ട് ഈക്വൽ ടു 0. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം. അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഏത് നമ്പേഴ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്? ബിക്കും ആറിനും. ഇവിടുത്തെ ബി 408, ആർ 216. 408 ആൻഡ് 216. ഇതിൽ വലിയ നമ്പർ ഏതാണ്? 408 ആണ്. സോ നമ്മൾ 408നെ 216 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 408 ഡിവിഷൻ 216. എന്ത് ആൻസർ വരും? 216 2 ടൈംസ് ആകുമ്പോൾ 408നേക്കാളും വലുതാവും. സോ 1 216 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 9 1. അഗൈൻ നമ്മൾ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരും? 408 ഈക്വൽ ടു ഇവിടെ എ എന്നുള്ളത് 408, ബി എന്നുള്ളത് 216, Q1 R 192. BQ 216 into Q1 plus remainder 192. നമ്മൾ എന്ത് വേണം? R not equal to 0. സോ നമ്മൾ വീണ്ടും അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു 216 ആൻഡ് 192. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 216നെ 192നോട് ഡിവൈഡ് ചെയ്യണം. 216 ഡിവിഷൻ 192. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 192 4 2 24. അഗൈൻ എഴുതാം. 216 ഈക്വൽ ടു 192 ഇൻറ്റു 1 പ്ലസ് 24 ഈക്വൽ ടു ബി ക്യൂ പ്ലസ്. ഓരോന്നും എഴുതുമ്പോൾ നിങ്ങൾ ഇത് മാർക്ക് ചെയ്താൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ബി ക്യൂ ആർ. ഇവിടെ ആർ ഈക്വൽ ടു 24 ആണ്. സോ ആർ നോട്ട് ഈക്വൽ ടു 0. അഗൈൻ അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു 192 ആൻഡ് 24. 192നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 192നെ 24ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 24 ഇൻറ്റു 8 192. റിമൈൻഡർ എത്ര വന്നു? 0 വന്നു. സോ നമുക്കെങ്ങനെ എഴുതാം? 192 ഈക്വൽ ടു ബി 24 ഇൻറ്റു 8 പ്ലസ് 0. ഈ സ്റ്റെപ്പിൽ നമുക്ക് എന്തായി? ആർ ഈക്വൽ ടു 0 വന്നു. അപ്പോൾ നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം അനുസരിച്ച് എന്താ പറയുന്നത്? ഇഫ് ആർ ഈക്വൽ ടു 0 ബി ഈസ് HCF. ഇവിടുത്തെ ബി ഏതാണ്? ബി 24 ആണ്. സോ HCF ഓഫ് നമുക്ക് തന്നിരുന്ന നമ്പർ 408 ആൻഡ് 1032 ഈസ് ഈക്വൽ ടു 24. ഒന്നുകൂടെ പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടിരുന്നത് 408ൻ്റെയും 1032ൻ്റെയും HCF ആണ്. നമ്മൾ ആദ്യം ഇതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കി അത് എയും മറ്റേത് ബി ആയിട്ട് എടുത്തു. ആ എക്കും ബിക്കും നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തു. എനെ ബി കൊണ്ട് വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയുടെ ഫോമിലേക്ക് മാറ്റി എഴുതി. എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി. ഇവിടെ റിമൈൻഡർ 216 ആണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തു. അപ്പോൾ 408നും ബിക്കും ആറിനാണ് പിന്നെ അപ്ലൈ ചെയ്യണേ.
408-നും 216-നും നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ 408-നെ 216 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് വീണ്ടും ഇങ്ങനെ കിട്ടി 408 ഈക്വൽ ടു 216 ഇൻറ്റു 1 പ്ലസ് 192. ഹിയർ ആർ ഈക്വൽ ടു 192 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും അപ്ലൈ ചെയ്തു. 216-നെ 192 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 216 ഈക്വൽ ടു 192 ഇൻറ്റു 1 പ്ലസ് 24 കിട്ടും. അവിടെയും 24 ആണ് റിമൈൻഡർ വന്നത്. 24 നോട്ട് ഈക്വൽ ടു 0. സോ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തു. 192-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 192 ഈക്വൽ ടു 24 ഇൻറ്റു 8 പ്ലസ് 0 കിട്ടി. ഈ സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. കാരണം നമുക്ക് സ്റ്റെപ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ HCF എന്ന് പറയുന്നത് 0 കിട്ടുന്ന സ്റ്റെപ്സ്, റിമൈൻഡർ 0 കിട്ടുന്ന സ്റ്റെപ്പിലെ B ആണ് HCF. ദാറ്റ് മീൻസ് നമുക്ക് തന്ന നമ്പറിൻ്റെ HCF 408-ൻ്റെയും 1032-ൻ്റെ HCF എന്ന് പറയുന്നത് 24 ആയിരിക്കും. ഇനി ഈ സ്റ്റെപ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ നമ്പറിൻ്റെ മാത്രമല്ല HCF 24. നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത നമ്പേഴ്സ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് 408-നും 1032-നും HCF ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. HCF ഓഫ്. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തത് 408-നെ 216 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 216-നെ 192 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 192-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് വന്നതിൻ്റെ എല്ലാ നമ്പേഴ്സിൻ്റെയും ഏത് രണ്ട് നമ്പേഴ്സാണോ ഡിവൈഡ് ചെയ്തത് ആ എല്ലാ നമ്പേഴ്സിൻ്റെയും HCF എന്തായിരിക്കും? 24 ആയിരിക്കും.